അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂറോ സൈക്കോളജിക്കൽ ഡിസോർഡറാണ് നമ്മൾ പറയുന്നത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് ഡിസീസിൻ്റെ മറ്റൊരു പേരാണ് പാരാലിസിസ് അജിറ്റൻസ്. പാരാലിസിസ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ. അതേപോലെ പാരാലിസിസ് അജിറ്റൻസ് എന്ന് ഇതിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്. ഇത് റിസൾട്ട് എന്ത് മീൻസ് ഇതിൻ്റെ കാരണം ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന ബ്രെയിനിലെ പോർഷൻ, അതായത് പാസ് കോമ്പാറ്റ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യ നിഗ്രയിലെ ഒരു ലാർജർ വൈഡ് സ്പ്രെഡ് പോർഷൻ തന്നെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത്. ഈ ഒരു സബ്സ്റ്റാൻഷ്യ നിഗ്രയാണ് ഡോപ്പാമിൻ സെക്രീറ്റ് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സിനെ കോഡേറ്റ് ന്യൂക്ലിയസ് ആൻഡ് പ്യൂട്ടാമിനിലേക്ക്, ബ്രെയിനിൽ തന്നെ കോഡേറ്റ് ന്യൂക്ലിയസിലേക്കും പ്യൂട്ടാമിനിലേക്കും എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ സബ്സ്റ്റാൻഷ്യ നിഗ്രയാണ്. അതായത് ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സിനെ സെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കും ഈ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, എന്തൊക്കെയാണ് ഇതിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ളത്. അതിലൊന്നാമത്തത് ബോഡിയിലെ ഓൾമോസ്റ്റ് ഒരുപാട് മസ്കുലേച്ചേഴ്സും റിജിഡാകും. റിജിഡിറ്റി ഓഫ് മച്ച് ഓഫ് ദ മസ്കുലേച്ചർ ഓഫ് ദ ബോഡി, അത് മസിൽസൊക്കെ റിജിഡാകും. അതേപോലെ ഇൻവോളണ്ടറി ട്രമർ ഉണ്ടാകും. ഇൻവോളണ്ടറി ട്രമർ എന്ന് പറയുമ്പോൾ നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള ട്രമർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയൊക്കെ ഇളക്കുന്നത് വോളണ്ടറി ട്രമറാണ്. ട്രമർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിറയലാണ്. ഇൻവോളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്രമർ, ഇത് ഉണ്ടാവുന്നത് തന്നെ ഒരാൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പോലും ഉണ്ടാകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 തൊട്ട് 6 സൈക്കിൾസ് പെർ സെക്കൻഡ്. അതായത് ഈ ഒരു ട്രമർ എന്ന് പറഞ്ഞാൽ 3 സൈക്കിൾ, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് പൂർത്തിയാക്കും, മീൻസ് ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയാം. അങ്ങനെ ഒരു 3 തൊട്ട് 6 സൈക്കിൾ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന രീതിയിലാണ് ഈ ഒരു ട്രമർ, ഇൻവോളണ്ടറി ട്രമർ ഉണ്ടാകുന്നത്. അതേപോലെ മൂവ്മെൻറ്റ്സൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അതായത് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്, മീൻസ് മൂവ് ചെയ്യാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട്, അതിനെയാണ് അക്കൈനേഷ്യ എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, അതിനെ അക്കൈനേഷ്യ എന്ന് പറയും. ഇത് പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിൻ്റെ കോസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു അബ്നോർമൽ മോട്ടോർ എഫക്ട്സിന് എന്താണ് കാരണം എന്നുള്ളത് നമുക്കിപ്പോഴും അൺനോൺ ആണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ആയിട്ടുള്ള അബ്നോർമലായിട്ടുള്ള മോട്ടോർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അൺനോൺ ആണ്. ഇനി ഡോപ്പമിൻ നമ്മൾ കോഡേറ്റ് ന്യൂക്ലിയസിൽ സെക്രീറ്റ് ചെയ്യും. കോഡേറ്റ് ന്യൂക്ലിയസിലും പ്യൂട്ടാമിനിലും സെക്രീറ്റ് ചെയ്യുന്ന ഈ ഒരു ഡോപ്പാമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു ഇൻഹിബിറ്ററി ട്രാൻസ്മിറ്ററാണ് ഡോപ്പാമിൻ, അല്ലേ? ഡോപ്പാമിൻ അറിയില്ലേ? ഡോപ്പാമിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, അത് ഇൻഹിബിറ്ററി ട്രാൻസ്മിറ്ററാണ്. ഈ ഒരു നമ്മൾ പറഞ്ഞു ഡോപ്പാമിൻ സെക്രീറ്റിംഗ് സെൽസിനാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന്, സബ്സ്റ്റാൻഷ്യ നിഗ്ര ഡിസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡോപ്പാമിൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഒരു ഡോപ്പാമിനർജിക് ആയിട്ടുള്ള ന്യൂറോൺസ്, അതായത് ഡോപ്പാമിൻസിനെ സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ, അതായത് സബ്സ്റ്റാൻഷ്യ നിഗ്രയ്ക്ക് ഡിസ്ട്രക്ഷൻ വരുമ്പോൾ ആ ഒരു ന്യൂറോൺസിന് ഡിസ്ട്രക്ഷൻ വരും. അത് എന്ത് ചെയ്യും വെച്ചാൽ, അപ്പോൾ ഈ ഒരു ഡോപ്പാമിൻ എന്താണ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. എന്തിനെ, നമ്മുടെ ഈ പാർക്കിൻസൺ രോഗമുള്ള ആളുകളിൽ ഈ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ആക്കിയിട്ട് അതെന്താ ചെയ്യുക വെച്ചാൽ കോഡേറ്റ് ന്യൂക്ലിയസിനെയും പ്യൂട്ടാമിനെയും ഓവർലി ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ കോഡേറ്റ് ന്യൂക്ലിയസിലും പ്യൂട്ടാമിനിലും വന്നിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഡോപ്പാമിൻ അവിടെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് അതിൻ്റെ ആക്ഷനെ. പക്ഷേ ഇവിടെ ഓവർലി ആക്റ്റീവ് ആക്കിയിട്ട് അത് പോസിബിളി കോസ് കണ്ടിന്യൂസ് ഔട്ട്പുട്ട് ഓഫ് എക്സൈറ്റേറ്ററി സിഗ്നൽസ് ടു കോർട്ടിക്കോസ്പൈനൽ മോട്ടോർ കൺട്രോൾ സിസ്റ്റം. അതായത് കോർട്ടിക്കോസ്പൈനൽ മോട്ടോർ കൺട്രോൾ സിസ്റ്റത്തിൽ, ബ്രെയിനിലെ മോട്ടോർ കൺട്രോൾ സിസ്റ്റത്തിലേക്ക്, കോർട്ടിക്കോസ്പൈനൽ കോർട്ടെക്സിൽ വരുന്ന കോർട്ടിക്കോസ്പൈനൽ മോട്ടോർ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഇത് ഓവറായിട്ട് എക്സൈറ്റേറ്ററി സിഗ്നൽസിനെ സെൻഡ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്, മീൻസ് അതായത് ഇതോടെയാണ് നമുക്ക് ഈ ട്രമർ ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. അതേപോലെ ചില ഫീഡ്ബാക്ക് സർക്യൂട്ട്സിൽ ഇതെന്ത് ചെയ്യും വെച്ചാൽ ഇത് ഈസിലി ഓസിലേറ്റ് ചെയ്യും. കാരണം ഈ ഒരു ഫീഡ്ബാക്ക് സാധാരണ എന്താ ചെയ്യൽ വെച്ചാൽ ഡോപ്പമിൻ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാറ്. എന്നാൽ ഇവിടെ ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ ഇത് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ
ഡോപ്പാമിൻ്റെ അളവ് കുറവാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസിലെ ട്രെമറിന് ഇത് കാരണമാകുന്നുണ്ട്. ഈ ഒരു ട്രെമർ എന്ന് പറയുന്നത്, ഈ ഒരു വിറയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറിബെല്ലാർ ഡിസീസസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ട്രെമേഴ്സ് ഉണ്ടാകും. അതുപോലെയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇതൊരു ഇൻവോളണ്ടറി ട്രെമറായിട്ടാണ് വരുന്നത്. ഇൻവോളണ്ടറി ട്രെമർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സെറിബെല്ലാർ ട്രെമർ ആണ് എന്നുണ്ടെങ്കിൽ അത് ഒരു പേഴ്സണ് ഇൻറ്റൻഷനലി ഇനീഷ്യേറ്റഡ് മൂവ്മെൻറ്റ്സ്, അതായത് നമ്മൾ ഒരു കാര്യം, നമ്മളൊരു മൂവ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനോട് കൂടി നിൽക്കുന്ന സമയത്താണ് ട്രെമർ ഉണ്ടാവുക. അതിനാണ് സെറിബെല്ലാർ ട്രെമർ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നൂല് കെട്ടുമ്പോൾ ചില ആളുകൾക്കൊക്കെ കാണാറുണ്ട്, പല കാര്യത്തിനുണ്ട്. അപ്പോൾ എക്സാമിനൊക്കെ നൂല് കെട്ടുന്ന സമയത്ത് കൈ വിറക്കുക, അതേപോലെ നൂല് കെട്ടുമ്പോൾ മാത്രമല്ല പല രീതിയിലും, അതായത് ഇപ്പോൾ നമ്മൾ ഗ്ലാസും ഇതൊക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് കൈ വിറക്കുക, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തെടുക്കുന്ന സമയത്താണ് ഈ ഒരു വിറയലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് പറയണത്, സെറിബെല്ലാർ ട്രെമർ എന്നാണ്. ഇതിനെ നല്ല സെറിബെല്ലാർ ട്രെമറിലാണ് ഇങ്ങനെ കാണുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ട്രെമറാണ്. അത് നമുക്ക് അതൊരു മൂവ്മെൻറ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമൊന്നുമല്ല, അത് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും ഉണ്ടാകും എന്നാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അപ്പോൾ സെറിബെല്ലാർ ട്രെമറിനെ നമ്മൾ ഇൻറ്റൻഷൻ ട്രെമർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സെറിബെല്ലാർ ട്രെമർ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇനി അക്കൈനേഷ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പാർക്കിൻസൺസ് ഡിസീസിൽ അക്കൈനേഷ്യ ഉണ്ട്. അതായത് ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്നത്. അതിൽ ഇവർക്ക് മസിൽ റിജിഡിറ്റിയും ട്രെമറൊക്കെ കാണാറുണ്ട്, അതിൻ്റെ സിംറ്റംസ് കാണാറുണ്ട്. എന്ന് വെച്ചാൽ മച്ച് ഓഫൻ മോർ ഡിസ്ട്രസിങ് ടു പേഷ്യൻ്റ് ദാൻ ആർ ദ സിംറ്റംസ്. അങ്ങനെയല്ല, മസിൽ റിജിഡിറ്റിയും ട്രെമറൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഇവർക്കൊരു മൂവ്മെൻറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്ത് അക്കൈനേഷ്യ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ. കാരണം അവർക്കൊരു സിംപ്ലസ്റ്റ് മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ സിവിയർ പാർക്കിൻസോണിയം ഉണ്ടാകുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, പെർഫോം ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, അത് കഴിയൂല. അവർ ഹയസ്റ്റ് ഡിഗ്രി കോൺസെൻട്രേഷൻ അവർ കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് അവരത് ചെയ്യാനായിട്ട് കഴിയൂല. അവരുടെ മെൻ്റൽ എഫേർട്ടൊക്കെ ഇതിന് എന്ത് ചെയ്യും വെച്ചാൽ അവരുടെ മൂവ്മെൻറ്റിനെ, അതായത് അവർക്ക് ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ പോലും ഒരു ലിമിറ്റ് വരെ അവർ ആ ഒരു വിൽ പവർ വെച്ചിട്ട് അത് മൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പോലും അവർക്ക് മൂവ് ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇനി ഈ ഒരു മൂവ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി സ്റ്റിഫാണ്. സ്റ്റിഫ് ആൻഡ് ഭയങ്കര മസിൽസൊക്കെ എന്താ പറയുക ഇതായത് കൊണ്ട് തന്നെ ഭയങ്കര റിജിഡായിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അക്കൈനേഷ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവർക്ക് സ്റ്റിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനും പിന്നെ അതേപോലെ ഡോപ്പമിൻ സെക്രീഷൻ ലിംബിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് ലിംബിക് സിസ്റ്റത്തിൽ ഈ ഒരു ഡോപ്പമിൻ സെക്രീഷൻ സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ അത് എസ്പെഷ്യലി ന്യൂക്ലിയസ് അക്യുംബൻസ്, ഈ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറയുന്ന അത് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ബേസൽ ഗാംഗ്ലിയയിലുള്ള ഡിക്രീസ് പോലെ തന്നെ ഇവിടെ ന്യൂക്ലിയസ് അക്യുംബൻസിലും ഡിക്രീസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് കാണിക്കണം എന്താണെന്ന് വെച്ചാൽ സൈക്കിക് ഡ്രൈവ് ഫോർ മോട്ടർ ആക്ടിവിറ്റി ഗ്രേറ്റ്ലി ദാറ്റ് അക്കൈനേഷ്യ റിസൾട്ട്. അതായത് ഈ ഒരു അക്കൈനേഷ്യ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ ഡോപ്പമിൻ സെക്രീഷൻ കുറയുന്നത് കൊണ്ട്. ലിംബിക് സിസ്റ്റത്തിൽ ഡോപ്പമിൻ സെക്രീഷൻ കുറയുമ്പോൾ അതെന്താ ചോദിച്ചാൽ സൈക്കിക് ഡ്രൈവ് ഫോർ മോട്ടോർ ആക്ടിവിറ്റിയെയും അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർക്കിൻസൺസ് ഡിസീസിൽ പറയണത്. അപ്പോൾ പാർക്കിൻസൺസ് ഡിസീസിൽ പ്രധാനമായിട്ടും അതായത് ഡോപ്പമിൻ സെക്രീഷൻ സാധാരണഗതിയിൽ അവയെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്താ പറയുക സൈക്കിക് ഡ്രൈവ് മോട്ടോർ ആക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതേപോലെ ഇതിനൊക്കെയുള്ള കഴിവിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ്
അങ്ങനെ പോകും പാർക്കിൻസൺ ഡിസീസിൽ. ഇനി നമുക്ക് എങ്ങനെ പാർക്കിൻസൺ ഡിസീസിന് ട്രീറ്റ്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വിത്ത് എൽഡോപ്പയാണ്. ഐ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നുമെങ്കിലും ഐ അല്ല, എല്ലാണ്. എൽഡോപ്പ. ഈ ഒരു ഡ്രഗ് എൽഡോപ്പ എന്ന് പറഞ്ഞ ഡ്രഗ് പാർക്കിൻസൺ ഡിസീസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്നത് ഒരുപാട് സിംറ്റംസിന്, അതിൽ പ്രധാനമായിട്ടും റിജിഡിറ്റിക്കും അക്കൈനേഷ്യക്കും ഒക്കെയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണിത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൽഡോപ്പ എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിൽ എൽഡോപ്പ പോയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ബ്രെയിനിൽ അത് ഡോപ്പാമിനായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു ഡോപ്പാമിൻ നോർമൽ ബാലൻസ്, അതായത് ഇൻഹിബിഷനും എക്സൈറ്റേഷനും ഇടയിലുള്ള ആ ഒരു നോർമൽ ബാലൻസ് കോഡേറ്റ് ന്യൂക്ലിയസിലും പ്യൂട്ടാമിലും ഒക്കെ ഉണ്ടാക്കും. അത് ഡോപ്പാമിൻ്റെ കുറവ് കൊണ്ടാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഡോപ്പാമിൻ്റെ അളവ് കൂട്ടും. ഈ ഒരു ഡോപ്പാമിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നേരിട്ട് ഡോപ്പാമിൻ കൊടുക്കുന്ന സമയത്ത് ചില എഫക്റ്റ് ഉണ്ട്. കാരണം ഡോപ്പാമിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിന് എന്ത് ചെയ്യാൻ കഴിയില്ല വെച്ചാൽ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ പറ്റൂല. കാരണം അതിൽ എന്തുണ്ട്, അതിൻ്റെ ആ ഒരു കെമിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ്. എന്നാൽ ഈ ഒരു എൽഡോപ്പയുടെ കെമിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറഞ്ഞ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ, ഡോപ്പമിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് കുറഞ്ഞ വ്യത്യാസമുള്ളത് കൊണ്ട് അതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയറിലൂടെ കടന്നു പോകാൻ കഴിയും. അങ്ങനെ അതിനെന്ത് ചെയ്യാൻ പറ്റും, ബ്രെയിനിൽ പോയിട്ട് അത് അവിടുന്ന് കൺവേർട്ട് ചെയ്ത് അത് എൽഡോപ്പ മാറിയിട്ട് ഡോപ്പമിനായിട്ട് അവിടെ ഡോപ്പമിൻ്റെ ആക്ഷൻസൊക്കെ ചെയ്യാൻ കഴിയും. ഇനി ട്രീറ്റ്മെൻറ്റ് വിത്ത് എൽ-ഡിപ്രിനൈലാണ്. ട്രീറ്റ്മെൻറ്റ് വിത്ത് എൽ-ഡിപ്രിനൈൽ വേറൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു ഡ്രഗ് എൽ-ഡിപ്രിനൈൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രഗ് മോണോ അമീൻ ഓക്സിഡൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോണോ അമീൻ ഓക്സിഡൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന, അതിന് റെസ്പോൺസിബിൾ ആകുന്ന അതിന് റെസ്പോൺസിബിൾ ആവുന്നത് ഈ ഒരു മോണോ അമീൻ ഓക്സിഡൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമിൻ നമ്മൾ റിലീസ് ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയൽ ടിഷ്യൂവിൽ ഒരുപാട് സമയം നിൽക്കണം എന്നുണ്ടെങ്കിൽ മോണോ അമീൻ ഓക്സിഡൈസ് എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. ബേസൽ ഗാംഗ്ലിയൽ ഡ്രഗ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് മോണോഅമീൻ ഓക്സിഡൈസിനെയാണ്. മോണോഅമീൻ ഓക്സിഡൈസ് ആണ് ഈ ഒരു ബ്രെയിനിൽ സെക്രീറ്റ് ചെയ്യുന്ന ഡോപ്പമിനെ എന്ത് ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മോണോഅമീൻ ഓക്സിഡൈസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ട്രക്ഷൻ ഇല്ലാതാവുമല്ലോ. അതുകൊണ്ട് തന്നെ ബേസൽ ഗാംഗ്ലിയൽ സെൽസിൽ ഈ ഒരു ഡോപ്പമിന് ഒരുപാട് സമയത്തിനേക്ക് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഡോപ്പമിൻ സെക്രീറ്റിംഗ് ന്യൂറോൺസിനെ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ അതിൻ്റെ ഡിസ്ട്രക്ഷനെ സ്ലോ ചെയ്യുകയും ചെയ്യും. അതേപോലെ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എൽഡ്രോപ്പയെയും എൽ-ഡിപ്രിനൈൽ തെറാപ്പിയും കൂടെ ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഗ്സ്, അതായത് ആദ്യം നമ്മൾ പറഞ്ഞ എൽഡ്രോപ്പ് ഒറ്റക്ക് കൊടുക്കുന്നതിനേക്കാളും എൽ-ഡിപ്രിനൈൽ ഒറ്റക്ക് കൊടുക്കുന്നതിനേക്കാളും ബെറ്ററാണ്, നല്ല എഫക്റ്റീവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ രണ്ട് രീതിയിലും, അതായത് ഡോപ്പമിൻ ഉണ്ടാവുന്നതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാതെ നിൽക്കാൻ എൽ-ഡിപ്രിനൈലും ഡോപ്പമിനായിട്ട് അവിടെ ആക്ട് ചെയ്യാൻ എൽഡോപ്പയും ഉണ്ടാകുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ എഫക്റ്റീവാണ് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് ട്രീറ്റ്മെൻറ്റ് വിത്ത് ട്രാൻസ്പ്ലാന്റഡ് ഫീറ്റൽ ഡോപ്പമിൻ സെൽസ്. ഓക്കെ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഡോപ്പമിൻ സെക്രീറ്റിംഗ് സെൽസ്, അതായത് നമ്മൾ അബോർട്ട് ചെയ്ത ഫീറ്റസിൽ നിന്ന് എടുക്കുന്ന സെൽസാണ് ബ്രെയിനിൽ നിന്ന് എടുക്കുന്ന സെൽസ്. അതായത് ഏത് സെൽസ്, ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽസിനെ അബോർട്ട് ചെയ്ത ഫീറ്റസിൽ നിന്ന് എടുത്തിട്ട് അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് നമ്മുടെ കോഡേറ്റ് ന്യൂക്ലിയ ആൻഡ് പ്യൂട്ടാമിനിലേക്ക്. അങ്ങനെ നമ്മളത് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടേം സക്സസ് കാണുന്നുണ്ട്. കാരണം പാർക്കിൻസൺ ഡിസീസിന് അതിൽ നിന്ന് രക്ഷ നേടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെൽസ്, നമ്മൾ ഈ ഒരു അബോർട്ട് ചെയ്ത കുട്ടികളിൽ നിന്ന് എടുത്ത ഈ ഒരു സെൽസ് ഒരുപാട് സമയമൊന്നും ഒരുപാട് മാസങ്ങളോളമൊന്നും ജീവിക്കൂല. ഇതിൻ്റെ ഒരു പെർസിസ്റ്റൻസ് ഇങ്ങനെ നമുക്കിത് ഒരുപാട് സമയം അങ്ങനെ നിലനിർത്താൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതായത് അബോർട്ട് ചെയ്തിട്ടുള്ള ഫീറ്റസിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു ഡോപ്പമിൻ സെക്രീറ്റിംഗ് സെൽസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അത് ഒരു മാസങ്ങളോളമൊന്നും ഇതെന്ത് ചെയ്യൂല, പെർസിസ്റ്റ് ചെയ്ത് നിൽക്കൂല. അതുകൊണ്ട് തന്നെ
ആ ഒരു പെർസിസ്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, അതിന് ചില സമയത്തൊക്കെ അതിൻ്റെ എന്തുണ്ട് സക്സസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ബൈ ഡിസ്ട്രോയിങ് പാർട്ട് ഓഫ് ദ ഫീഡ്ബാക്ക് സർക്യൂട്ടറി ഇൻ ദ ബേസൽ ഗാംഗ്ലിയ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്നോർമൽ സിഗ്നൽസ് ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് മോട്ടോർ കോർട്ടെക്സിലേക്ക് പോകുന്ന അബ്നോർമൽ സിഗ്നൽസാണ് പാർക്കിൻസൺ ഡിസീസിലുള്ള മോസ്റ്റ് ഓഫ് ദ അബ്നോർമാലിറ്റീസിനും കാരണം എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീഡ്ബാക്കിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻസിനെ സർജിക്കലി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് വർഷങ്ങളോളം ചെയ്തിരുന്നത് സർജിക്കൽ ലേഷൻ ആയിരുന്നു. ഈ സർജിക്കൽ ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ചില വെൻട്രോ ലാറ്ററൽ ആൻഡ് വെൻട്രോ ആൻറ്റീരിയർ ന്യൂക്ലിയ ഓഫ് തലാമസിലെ വെൻട്രോ ലാറ്ററൽ ആൻഡ് വെൻട്രോ ആൻറ്റീരിയർ ന്യൂക്ലിയസിനെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് ബ്ലോക്ക് ചെയ്യണം. ഫീഡ്ബാക്ക് സർക്യൂട്ട് ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് കോർട്ടെക്സിലേക്കുള്ള ഫീഡ്ബാക്കിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് സർജിക്കൽ ലേഷനാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സക്സസ്, കുറഞ്ഞ അളവിൽ മീൻസ് ഡിഫറെൻറ്റ് റേഞ്ചിൽ സക്സസ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില സമയത്ത് സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡാമേജും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാർക്കിൻസൺ ഡിസീസ് ഉള്ള മങ്കീസിലെ ഈ ഒരു ലേഷൻ സബ്തലാമസിൽ നമ്മൾ ഈ ഒരു ലേഷൻ പ്ലേസ് ചെയ്ത സമയത്ത് സർപ്രൈസിംഗ്ലി ഗുഡ് റിസൾട്ട്സ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പാർക്കിൻസൺ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ 4th സെമസ്റ്റർ ഫിസിയോളജി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സെമിനാർസാണ്.